നൈജീരിയയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നൈജീരിയയിൽ സംഭവിക്കുന്നതിനെ അപലപിക്കുന്നവർക്ക് മാത്രമേ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയെ അപലപിക്കാനുള്ള അവകാശമുള്ളൂ എന്നൊരു വാട്ടബോട്രി ലോജിക്കും എഴുന്നള്ളിച്ചു വന്നിരിക്കുകയാണ് മണ്ടന്മാരായ സംഘികളും അവരുടെ അച്ചാരം പറ്റി ജീവിക്കുന്ന മരമണ്ടന്മാരായ ക്രിസംഘികളും. കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെയായി വളരെ സിസ്റ്റമാറ്റിക്കലായി സയനിസ്റ്റ് ഭീകരർ ഫലസ്തീനികളുടെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെപ്പറ്റി സംസാരിക്കാൻ, ആ വിഷയത്തിലൊരു നിലപാടെടുക്കാൻ ഒരു മാനദണ്ഡവും ബാധകമല്ല. ഫലസ്തീനികളോട് ഐക്യപ്പെടാൻ, ലോകത്ത് വേറെ എവിടെയെങ്കിലും നടക്കുന്ന അതിക്രമങ്ങളെ പറ്റി കമൻ്റ് ചെയ്യുകയും അപലപിക്കുകയും ചെയ്യണമെന്ന വോട്ടബോട്രി ലോജിക്കുകളെ പരമപുച്ഛത്തോടു കൂടി തള്ളിക്കളയാണ്. ഇനി നൈജീരിയയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടി അറിയാം. വടക്കൻ നൈജീരിയയിലോട്ട് ചെന്നാൽ ബോണോ സ്റ്റേറ്റിലൊക്കെ അവിടുത്തെ ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനയായ ബോക്കോ ഹറമും അവരുടെ തന്നെ ഉപസംഘടനയായ ഇസ്വാപ്പും ചേർന്ന് വലിയ അതിക്രമങ്ങൾ നടത്തുന്നുണ്ട്. വലിയ കൊള്ളകൾ നടത്തി വരുന്നുണ്ട്. കൊള്ളിവെപ്പുണ്ട്, കൊലകളുണ്ട്, കൂട്ടക്കൊലകൾ നടക്കുന്നുണ്ട്. പ്രധാനമായും ഇവർക്ക് ഇരയാകുന്നത് ക്രൈസ്തവരാണ്. മുസ്ലിങ്ങളും ഇവരുടെ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറൻ നൈജീരിയയിലോട്ട് ചെന്നാൽ പരമ്പരാഗത ഇടയ കർഷക ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. സെൻട്രൽ നൈജീരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഫോഴ്സും ആംഡ് ഫോഴ്സസും വേറെ സായുധ സംഘങ്ങളും തമ്മിലുള്ള ആഭ്യന്തര കലഹം നടക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നൈജീരിയയുടെ പല ഭാഗങ്ങളിൽ പല കാരണങ്ങളിൽ നാനോന്മുഖമായ വിഷയങ്ങളിൽ കലഹങ്ങളും കലാപങ്ങളും നടന്നു വരികയും വലിയ കൂട്ടക്കൊലകളും ഉണ്ടാകുന്നു. അവിടെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കാൻ പോലും ആവാത്ത വിധമുള്ള ഉപരോധങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് ലോക ശ്രദ്ധയുടെ ഭാഗമാവുകയും അവർക്ക് നീതി കിട്ടുകയും ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വംശഹത്യ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീർപ്പായിട്ടില്ല. രാജ്യാന്തര ഏജൻസികൾ അവിടെ ഒരു വംശഹത്യ നടക്കുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വംശഹത്യ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാറ്റി നിർത്താം. ലോകത്ത് ഓരോ ജീവനും വിലയുണ്ട്. അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ജൂതനായാലും മതമുള്ളവനായാലും ഇല്ലാത്തവനായാലും, തൊലി കറുത്തവനോ വെളുത്തവനോ ബ്രൗൺ നിറമുള്ളവനോ ആരും ആവട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവരും ആകട്ടെ, ഏത് ഗോത്രത്തിൽപ്പെട്ടവരും ആവട്ടെ, ഏത് എത്നിസിറ്റിയുടെ ഭാഗമായ ആളുകളും ആവട്ടെ, ഓരോ ജീവനും വിലയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 2 വർഷത്തിനിടെ മാത്രം ഗസയിൽ മാത്രം 60,000-ലധികം ആളുകളാണ് ഇസ്രായേലിൻ്റെ വംശഹത്യയുടെ ഭാഗമായി ഇല്ലാതായത്. അതിൽ 40% കുട്ടികളാണ്. ഇങ്ങനെ ഓരോ കുഞ്ഞിനെയും കൊല്ലുന്ന സമയത്ത് സയനിസ്റ്റ് ഭീകരരെ ആഘോഷിക്കുന്ന, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളാണ് ഇപ്പോൾ ഈ വാട്ടബോട്രി ലോജിക്കുമായിട്ട് വരുന്നത്. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സയനിസ്റ്റുകളെ ആഘോഷിക്കുന്നത് പോലെ ഇവിടെ ഗസക്ക് വേണ്ടി നിലകൊള്ളുന്ന ആരെങ്കിലും ഒരാൾ ബോക്കോ ഹറമിന് വേണ്ടി നിലകൊള്ളുന്നുണ്ടോ? അവരാഘോഷിക്കുന്നുണ്ടോ? ഇല്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് ആയാലും ബോക്കോ ഹറം ആയാലും സംഘപരിവാർ ആയാലും സയനിസ്റ്റ് ഭീകരരായാലും ആരായാലും അപലപിക്കുന്ന വിഷയത്തിൽ ഇരട്ടത്താപ്പില്ല. അതാണ് ഗസക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ ഏറ്റവും ക്ലാരിറ്റിയുള്ള നിലപാട്.